വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചുക്കയാണ്. ഇത് വളരെ ഈസിയായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ചിക്കൻ ചുക്ക. ഇത് വീട്ടിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിൽ പെർഫെക്റ്റായി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായി ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്ന 1 കിലോഗ്രാം ചിക്കനാണ്. സ്മാൾ പീസസ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുന്ന ചിക്കൻ സോഫ്റ്റായി കിട്ടാനാണ്. ഇതിലേക്ക് 2 നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്താൽ നമ്മുടെ ചിക്കൻ ചുക്കയുടെ കളർ മാറിപ്പോവും. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക. 1/2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആയി കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് 4 വലിയ സവാളയാണ്. നിങ്ങൾ ചെറിയ സവാള എടുക്കുന്നെങ്കിൽ 5 എണ്ണം എടുക്കുക. ഈ സവാള നമുക്ക് വളരെ തിന്നായി കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വളരെ തിന്നായി കട്ട് ചെയ്യണം. വളരെ തിന്നായി സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ ചിക്കൻ ചുക്കയ്ക്ക് നല്ല ടേസ്റ്റാണ്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ സവാളയുടെ എല്ലാ ഭാഗവും നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. നമ്മുടെ സവാള ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇതൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവാള നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതുപോലെ ബാക്കി സവാളയെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സവാളയെല്ലാം നമ്മൾ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കൈവച്ച് നല്ലപോലെ പൊടിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ സവാള മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായി തുടങ്ങാം. പാൻ ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കാം. ഞങ്ങളിവിടെ സവാള ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ വഴറ്റിയ ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. വരണ്ട് വന്ന ശേഷം 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടെ വഴണ്ട് നല്ല പേസ്റ്റ് പോലെ വന്ന ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലുള്ള മസാലയൊക്കെ നന്നായി ചിക്കനിൽ പിടിക്കുന്നത് വരെ ഇളക്കണം. ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് നല്ല വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ചേർത്ത് കഴിയുമ്പോൾ വെള്ളമൊക്കെ നല്ല തിക്കായിട്ട് വരും. സവാള ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയം 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ ചിക്കൻ ചുക്കയ്ക്ക് നല്ല ടേസ്റ്റ് തരും. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഉറപ്പായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.